മാമ്പുഴയിൽ നിന്ന് 150 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കോമലക്കുന്നിൻ്റെ കിഴക്കുഭാഗം. ഇവിടെ ഒരിക്കലും വറ്റാതെ നിൽക്കുന്ന ചോലക്കുളം. ഒരു കാലത്ത് 50-ൽ പരം വീട്ടുകാർ കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഈ ചോലക്കുളത്തിനെ ആശ്രയിച്ചിരുന്നു. ഏതു വേനൽക്കാലത്തും ഇവിടെ വെള്ളം നിൽക്കുന്നു. ഈ ചോലക്കുളത്തിൻ്റെ ചുറ്റുമുള്ള കിണർ 1 മീറ്റർ മുതൽ 5 മീറ്റർ താഴെ ആഴം മാത്രം. ഇവിടെയും ഒരിക്കലും വെള്ളം വറ്റുന്നില്ല. കാണുമ്പോൾ കുറച്ചു വെള്ളം, ഉപയോഗിക്കുമ്പോൾ അത്രയും വീണ്ടും വരുന്നു. ഇപ്പോൾ കുറച്ചാളുകൾ ഓസുമാർഗം വെള്ളം ടാങ്കിൽ നിറച്ചും വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ ഈ പ്രദേശത്തുകാർക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. നിരവധി വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് പ്രകൃതിയുടെ സ്വന്തം നിർമ്മിതി. ഒളവണ്ണ പഞ്ചായത്തിൻ്റെ തന്നെ കുടിവെള്ള പദ്ധതി ഈ കോമലക്കുന്നിലുണ്ട് എങ്കിലും ഈ ശുദ്ധജല സംഭരണി ആശ്രയമാകുന്നത് നിരവധി വീടുകൾക്കാണ്. കൊടിയ വേനലിൽ ശുദ്ധജല പദ്ധതികൾ പലതും നിർജ്ജീവമാകുമ്പോഴും കോമലക്കുന്നിലെ ഈ കുറവ് വറ്റില്ലെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒമ്പത് കൊല്ലമായി കിണർ കുഴിച്ചിട്ട്. ആദ്യം ഇവിടെ വലിയൊരു കിണറുണ്ടായിന്, പിന്നെ ഇവിടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ നല്ലൊരു ചെറിയ കിണർ കുഴിച്ചാണ്. പിന്നെ 4-5 വീട്ടുകാർ വെള്ളം ഇവിടുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇക്കാലം വരെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യം വന്നില്ല. വേറെ സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നില്ല. വേറെ പൈപ്പിൽ വെള്ളമൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടുന്നാണ് അടുത്ത വീട്ടുകാരൊക്കെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകല്. ആകെ 1 മീറ്റർ ആഴമുള്ളൂ. പിന്നെ ആൾമാർ ആകെ ഒരാൾ ഇന്നത്തെ നില പുറത്താണ് ഉണ്ടാവുക. ഭാഗത്ത് എന്തെങ്കിലും ഒരു പദ്ധതി വരികയാണെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്തെങ്കിലും ഗവൺമെൻറ് ഇതുകൊണ്ട് ചെയ്ത് കിട്ടണമെന്നാണ് ഇപ്പം ഞങ്ങളെല്ലാവരും കൊടുത്ത് നാട്ടുകാർക്ക് പറയുന്നത്. നിങ്ങൾ ഈ കിണർ കുഴിച്ചിട്ട് എത്ര വർഷമായി? ഇവിടുന്ന് എത്ര ആളുകൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്? ഈ കിണർ കുഴിച്ചിട്ട് 18 വർഷമായി. ഈ 18 വർഷം മുന്നേ ഞങ്ങൾ വരെ ഉപയോഗിച്ചതിന് ഒരു കുഴിയാണ് താഴത്തുള്ളത്. അവിടെ ഒരു 50 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് ചെറിയ വട്ടത്തിലുള്ള കുഴിയിൽ നിന്ന് വെള്ളം കിട്ടുന്നത്. പിന്നെ അവിടെ ജനങ്ങളെ തിരക്കും 10-25 വീട്ടുകാരുണ്ടായിരുന്നു അന്ന് വെള്ളം എടുക്കാൻ. ഈ ഭാഗത്തുനിന്ന് ഒരു പദ്ധതി വന്നില്ലായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കൂടിയപ്പോഴാണ് ഇവിടെ ഒന്ന് കുഴിച്ച് കൊട്ടച്ച് കുഴിച്ചത്. അന്നേരം ഇവിടെ വെള്ളം കിട്ടി. പിന്നെ കിണറിന് ഒരു 10-15 വീട്ടുകാർ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ചെറിയ കിണറുകളൊക്കെ വന്ന് ഇവിടെ വെള്ളം കൂടുതലുള്ള സ്ഥലമാണ്. ഇത് അതിനത്ര താഴ്ചയില്ല. ഇത് 6 കോലും ഈ പിന്നെ അൾമറി മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഈ ചോലക്കുളം പൊതുവായിട്ട് പിന്നെ വരുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അത് അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് പോരി ഉണ്ടാക്കിന് ചോലക്കുളത്തുനിന്ന് വെള്ളം കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ടുവന്ന് കുടിച്ചത് തലയിൽ വെച്ച് കെട്ടി കയറിപ്പേരി കൊണ്ടുവന്ന് കുടിച്ച സ്ഥലമാണ്. എല്ലാവരും വെള്ളത്തിന് വരലും ഉണ്ട്. വെള്ളത്തിന് ഞങ്ങളെല്ലാവരും വരിച്ചു നിന്ന് വായി കൊണ്ടുവരുന്നതാണ് വെള്ളം. അത് പണ്ടേ ഉള്ളതാണ്.
തിരുമ്പല് കുളികളൊക്കെ അവിടെ തിരുമ്പലും കുടിക്കാനും കൊണ്ടുവരില്ല അവിടുന്ന്. അവിടുന്ന് എത്ര വീട്ടുകാർ കൊണ്ടുപോയിണ്ടാവും? വീട്ടുകാർ ഞങ്ങൾ നാട്ടിലുള്ളവരെ എല്ലാവരും നടണം അവിടുന്ന് തന്നെ വെള്ളം കൊണ്ടുവരില്ല. ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെള്ളവും അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണ് എടുക്കുന്നത്. അവർക്ക് പൈസ എന്താ കൊടുക്കണ്ടോ? ഇല്ലല്ലോ. ഒരു കൊണ്ടുപോയിട്ട് സ്ഥലമില്ല, വെള്ളം നിൽക്കുന്ന സ്ഥലമില്ല. അപ്പം പൂർവികമായിട്ട് എത്രയോ ആളുകൾ കുളിച്ച് തിരുമ്പാനും കുളിക്കലൊക്കെ വരുന്ന ആളുകളുണ്ടായിരുന്നു. വെള്ളം കൊണ്ടുപോകലുണ്ടായിരുന്നു. അവിടെ കട്ട പറിക്കലും പല പണിക്കും വേണ്ടിയിട്ട് അവിടുന്ന് വെള്ളം കൊണ്ടുപോയി ഇടിപ്പിച്ച സ്ഥലമാണ് അവിടെ. പരമ്പിൽ ഭാഗം കഴിഞ്ഞപ്പോൾ ഓൽ താങ്ങ് അറിഞ്ഞു കഴിഞ്ഞ് ഒരു വളച്ച് കെട്ടി ഒരു കമ്പൗണ്ടായിരിക്കും. ഇവിടെ പാർമിലേക്ക് ഞങ്ങളവിടേക്ക് പല വഴിക്ക് കൊണ്ടുപോകല്ലേ. പിന്നെ മമ്മദാപ്പിളുടെ അവിടേക്ക് പാർമിൽ കുറ്റാക്കാപ്പിളുടെ അവിടേക്ക് അൾകുറ്റാപ്പിളുടെ അവിടേക്ക് ഒക്കെ അവിടെ നിന്നേക്ക് വെള്ളം കൊണ്ടുപോയി. ഇവിടെ നിന്ന് കിണറൊന്നും ഇല്ലേ. ഒരു കാലത്ത് അവിടെ പറ്റില്ലല്ലോ. ഒരു കാലത്ത് പറ്റില്ല, സ്ഥലം എപ്പോഴും പറ്റില്ല, അന്നും പറ്റില്ല. ഞങ്ങളെത്രയോ കൊണ്ടുപോകുന്നത്. പിന്നെ കാരണവരവിടെ 2-3 കല്യാണം കഴിച്ചൊക്കെ അവിടുത്തെ വെള്ളം കൊണ്ടാണ് എൻ്റെ ഏട്ടൻ്റെ അടുത്ത്. ഞങ്ങളവിടുത്തെ പുരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ തറവാട്ടിൽ പരിയൊക്കെ ഉണ്ടാക്കി അവിടുന്ന് വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെ പല ആളുകൾ കട്ടവർച്ചയായി പരിയൊക്കെ അവിടുത്തെ വെള്ളം കൊണ്ടുപോകും. ഈ ഉറവയ്ക്ക് സമീപമുള്ള ചില കിണറുകളുടെ ആഴം കേട്ടാൽ അത്ഭുതപ്പെടേണ്ട. വെറും 1 മീറ്റർ മാത്രം. ഈ ജലം നിലനിർത്തണമെങ്കിൽ ഇവിടെയുള്ള കുന്ന് ഇടിച്ചു നിരത്തുന്നത് ഇല്ലാതാകണം. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.